അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ് ഗോവിന്ദ് അമ്മയ്ക്കരികെ. അതേ പ്രേക്ഷകരെ, നമ്മുടെ അയ്യപ്പന്റെ കയ്യിൽ നിന്നും ഒരു ക്ലൂ കിട്ടി. നമ്മുടെ വിജയലക്ഷ്മി നല്ല ഒരു അമ്മയായിരുന്നു. നമ്മുടെ ഗോവിന്ദിന്റെ അച്ഛന് തെറ്റുപറ്റിയതാണെന്നുള്ളൊരു കാര്യം നമ്മുടെ അയ്യപ്പൻ ഇങ്ങനെ പറയുന്നുണ്ട്. കയ്യിലുള്ളത് മാണിക്യമാണെന്ന് അറിയാതെയാണ് ഗോവിന്ദിന്റെ അച്ഛൻ ഇങ്ങനെ വിജയലക്ഷ്മിയെ ആദ്യ ഭാര്യയെ വിട്ട് കളഞ്ഞതെന്ന് നമ്മുടെ അയ്യപ്പൻ ഗോവിന്ദിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഗോവിന്ദിന് മനസ്സിലായി അവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അമ്മ പാവമായിരുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഗോവിന്ദിന്റെ ഉള്ളിൽ വന്നു കയറിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ പോകെ നമ്മുടെ രാധികാമ്മയുടെ കള്ള സ്വഭാവവും കള്ളത്തരവും, രാധികാമ്മയ്ക്ക് പണം മാത്രമാണ് മുഖ്യം എന്നുള്ളൊരു കാര്യം നമ്മുടെ ഗോവിന്ദിന് മനസ്സിലായി വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു കാണും നമ്മുടെ രാധികാമ്മയുടെ ഒരു കള്ളത്തരമൊക്കെ ഗോവിന്ദ് മനസ്സിലാക്കുന്നത്. പോരാത്തതിന് നമ്മൾ അനാർക്കലിയുടെ വരവും, അനാർക്കലിയും നമ്മുടെ ക്ഷമ കെടുമ്പോൾ രാധികാമ്മയുടെ അടുത്ത് നിന്ന് പൈസ കിട്ടാതെ ആകുമ്പോൾ അനാർക്കലിയും ആ സത്യങ്ങൾ നമ്മുടെ ഗോവിന്ദിന്റെ അടുത്ത് വെളിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇനി വരാൻ പോകുന്നത്. അങ്ങനെ സ്വന്തം അമ്മയുടെ ആ ഒരു നിരപരാധിത്വം അറിഞ്ഞ ഇത്രയും നാൾ വെറുത്ത അമ്മയെ സ്വന്തമായിട്ട് കണ്ട, ഇനി കണ്ണിലുണ്ടി പോലെ സ്നേഹിക്കുന്ന ഒരു ഗോവിന്ദിനെ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഗോവിന്ദും നമ്മുടെ വിജയലക്ഷ്മി അമ്മയും ഒപ്പം ഗീതവുമായിട്ടുള്ള ഒരു പുത്തൻ കഥ തന്നെ ആയിരിക്കട്ടെ നമുക്ക് ഇനി ഗീതാ ഗോവിന്ദത്തിൽ വരാൻ പോകുന്നത്. ഒപ്പം പ്രിയമോളും കൂടി ഒരു പഴയ അവസ്ഥയിലായാൽ നമ്മുടെ ഗീതാ ഗോവിന്ദം പ്രേക്ഷകർ ഭയങ്കര ഹാപ്പി തന്നെ ആയിരിക്കും. രാധികാമ്മേനെ അറക്കലിൽ നിന്നും ഓടിച്ച് പകരം നമ്മുടെ വിജയലക്ഷ്മി അമ്മ വന്ന് ഗീതവും വേണം, രഞ്ജുവും നമ്മുടെ പ്രിയമോളും കൂടെ വേണം കേട്ടോ. പ്രിയമോള് പാവം അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കഥ എങ്ങനെയൊക്കെ മറിയും. നമ്മുടെ അമ്മയോട് എങ്ങനെയായിരിക്കും നമ്മുടെ ഗോവിന്ദ് ചെന്ന് മാപ്പ് പറയാൻ പോകുന്നത്. ആ രംഗമൊക്കെ നമ്മളെ കണ്ണ് നിറയ്ക്കുന്ന ഒരു രംഗം തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.